ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സനാസ് യൂട്യൂബ്സ്. അപ്പോൾ കേട്ടിട്ടിൻ്റെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകളാണ്. മുമ്പ് നമ്മൾ അപ്ഡേറ്റ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ട് നോക്കോട്ടോ. ഇത് 5ാമത്തെ അപ്ഡേറ്റ് ആണ് നമ്മൾ. അപ്പോൾ നമ്മുടെ വെരിഫിക്കേഷൻ എല്ലാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം. കൊല്ലം ജില്ല വന്നിട്ടുണ്ട് കേട്ടോ. കൊല്ലം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൻ്റെ പരിധിയിൽ കേട്ടിട്ട് ക്വാളിഫൈ ചെയ്തവർക്ക് ഡേറ്റ് വരുന്നത് കൊല്ലം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് വെച്ചിട്ട് തന്നെയാണ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ വരുന്നത്. ഡേറ്റ് 14 മുതലാണ്. 14 മുതൽ 17 വരെയാണ്. 14 കാറ്റഗറി 1, 15 കാറ്റഗറി 2, 16 കാറ്റഗറി 3, 17 കാറ്റഗറി 4. ഓക്കെ, അപ്പോൾ കൊല്ലം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ വെച്ചിട്ടാണ് 14 മുതൽ 17 വരെയാണ്. അപ്പോൾ 1, 14, 2, 15, 3, 16, 4, 17. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് മണ്ണാർക്കാട് നോക്കാം. മണ്ണാർക്കാട് വിദ്യാഭ്യാസ ജില്ലയുടെ പരിധിയിൽപ്പെട്ട കേന്ദ്രങ്ങൾ എഴുതിയവരുടെ കേട്ടിട്ടിൻ്റെ സർട്ടിഫിക്കറ്റ് പരിശോധന എന്ന് പറയുന്നത് കാറ്റഗറി 1ഉം 2ഉം 21-നും 3ഉം 4ഉം 22-നും. അപ്പോൾ കാറ്റഗറിയിൽ ചെറിയൊരു ഡൗട്ടുണ്ട് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യാം, ഒന്ന് നിങ്ങളുടെ മണ്ണാർക്കാട് ഡി ഓഫീസുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്തിട്ട് ഒന്ന് കൺഫേം ചെയ്യണം കേട്ടോ. കാറ്റഗറി 1 and 2 ആണ് 21 കാണുന്നത്. കാറ്റഗറി 3 and 4 തന്നെയാണ് തോന്നുന്നു 22. അപ്പോൾ ഒരു മിസ്റ്റേക്ക് പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കൺഫേം ചെയ്തേക്കണേ. അപ്പോൾ 21, 22 തീയതികളിലാണ് കേട്ടിട്ടിൻ്റെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് തിരൂർ നോക്കാം. തിരൂർ വെച്ച് നോക്കൂ. തിരൂർ വിദ്യാഭ്യാസ ജില്ലയ്ക്ക് കീഴിൽ 2024 നവംബറിലെ കേട്ടിട്ട് പരീക്ഷ എഴുതി വിജയിച്ചവരുടെ സർട്ടിഫിക്കറ്റ് പരിശോധന തിരൂർ GMUP സ്കൂളിൽ, അത് സ്കൗട്ട് ഹാളിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. 19, 20 എന്നീ ഡേറ്റ്സിലായിരിക്കും നടക്കുന്നത് കേട്ടോ. 19, 20 എന്നീ ഡേറ്റ്സിലാണ്. കാറ്റഗറി 1ഉം 2ഉം 19-നാണ്. തിങ്കൾ രാവിലെ 10 മണി മുതൽ 12:30 വരെ 1-നും. കാറ്റഗറി 2-ന് അതേപോലെ തന്നെ 19-ാം തീയതി ഉച്ചയ്ക്ക് 2 to 4 വരെയാണ്. കാറ്റഗറി 3-ന് 20-നാണ്. ചൊവ്വ രാവിലെ 10 to 12:30യും. കാറ്റഗറി 4-ന് ചൊവ്വ ഉച്ചയ്ക്ക് 2 to 4 വരെയാണ് കേട്ടോ. അപ്പോൾ തിരൂർ GMUP സ്കൂളിൽ വെച്ചിട്ടാണ് കേട്ടോ. അതായത് സ്കൗട്ട് ഹാളിൽ വെച്ചിട്ടാണ്. 19, 20 എന്നീ ഡേറ്റ്സിലാണ്. 19 രാവിലെ തൊട്ട് ഉച്ച വരെ 12:30 വരെ 1-നും. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷം 2 to 4 വരെ കാറ്റഗറി 2-നും. അതുപോലെ തന്നെ 10 to 12:30 വരെ കാറ്റഗറി 3-കാർക്ക് 20-ാം തീയതിയാണ്. ദെൻ 4-നാണ് കാറ്റഗറി 4-നാണ് ഉച്ചയ്ക്ക് ശേഷം. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് മാവേലിക്കര. ഐ തിങ്ക് ഞാനിത് ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തിട്ടെന്ന് തോന്നുന്നു. ഈ പറഞ്ഞ മെയ് 12, 13 എന്നീ ഡേറ്റ്സ് ഐ തിങ്ക് ഇത് ഞാൻ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേക്കുക, അത്രേ ഉള്ളൂ. കാരണം ഇന്ന് 13 ആണല്ലോ ഡേറ്റ്. ഇനി അടുത്തത് ആറ്റിങ്ങൽ. ഞാൻ എനിക്ക് പെട്ടെന്ന് കിട്ടുന്ന ഇൻഫർമേഷനാണ്. ഞാൻ തീർച്ചയായും ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആറ്റിങ്ങൽ നവംബറിൽ നിന്ന് കേട്ട് പരീക്ഷ വിജയിച്ചവരുടെ സർട്ടിഫിക്കറ്റ് പരിശോധന 13 മുതൽ കേട്ടോ ആറ്റിങ്ങൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലാണ് നടക്കുക. ദെൻ കാറ്റഗറി ശ്രദ്ധിക്കുക. കാറ്റഗറി 1 13-ന്, കാറ്റഗറി 2 14-നും, കാറ്റഗറി 3 15-നും, 16-നും, കാറ്റഗറി 4 17. അപ്പോൾ ശ്രദ്ധിക്കുക, ആറ്റിങ്ങൽക്കാർ ശ്രദ്ധിക്കുക. കാറ്റഗറി 1 13-നാണ്. കാറ്റഗറി 2 14-ന്, കാറ്റഗറി 3 15-ാം തീയതിയും 16-ാം തീയതിയും കാറ്റഗറി 3-കാർക്കും, കാറ്റഗറി 4 17-നാണ് കേട്ടോ. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് താമരശ്ശേരിയാണ്. നമുക്ക് താമരശ്ശേരി വിദ്യാഭ്യാസ ജില്ലാ പരിധിയിൽ GVHSS ശ്രദ്ധിക്കുക. GVHSS താമരശ്ശേരി, GHSS നടുവണ്ണൂർ എന്നീ കേട്ടിട്ട് പരീക്ഷാ കേന്ദ്രങ്ങളിൽ ജനുവരി 18, 19 തീയതികൾ നടത്തിയ കേട്ടിട്ട് പരീക്ഷ എഴുതി വിജയിച്ചവരുടെ യോഗ്യതാ സർട്ടിഫിക്കറ്റ് നടത്തുന്നത് 14, 15, 16, 17 എന്നീ ഡേറ്റ്സിലായിരിക്കും കേട്ടോ. എവിടെ വെച്ചിട്ടാണ്? താമരശ്ശേരി മിനി സിവിൽ സ്റ്റേഷനിലെ താമരശ്ശേരി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ വെച്ചാണ്. രാവിലെ 10:30 മണി മുതൽ 4 മണി വരെയാണ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള കാറ്റഗറി വെച്ച് നോക്കുകയാണെങ്കിൽ കാറ്റഗറി 1 14-നും, കാറ്റഗറി 2 15-ന്, കാറ്റഗറി 3 16-നും, കാറ്റഗറി 4 17-നുമാണ്. അപ്പോൾ 14 1-കാർക്ക് 15, 2 16-ാം തീയതി കാറ്റഗറി 3-കാർക്കും 17-നാണ് കാറ്റഗറി 4. ബുധൻ, വ്യാഴം, വെള്ളി, ശനി എന്നീ ദിവസങ്ങളിൽ. ദെൻ കോട്ടയം നോക്കാം. കോട്ടയം വിദ്യാഭ്യാസ ജില്ലയുടെ കീഴിൽ ജനുവരി 18, 19 തീയതികളിൽ MT സെമിനാറി HS, ദെൻ സെൻറ്റ് ജോസഫ് കോൺവെൻറ്റ് HS, മൗണ്ട് കാർമൽ HS, കഞ്ഞിക്കുഴി എന്നിവിടങ്ങളിൽ നടന്ന കേറ്റിറ്റ് പരീക്ഷയിൽ
വിജയികളുടെ സർട്ടിഫിക്കറ്റ് പരിശോധന നടത്തും. ഇത് കോട്ടയം വിദ്യാഭ്യാസ ഡയറക്ടറുടെ കോൺഫറൻസ് ഹാളിൽ 19, 21 തീയതികളിൽ പകൽ 10:30 മുതൽ വൈകിട്ട് 4:30 വരെയാണ് പരിശോധന. അപ്പോൾ ശ്രദ്ധിക്കുക, ഇത് കോട്ടയം വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ കോൺഫറൻസ് ഹാളിലാണ് 19, 21 തീയതികളിൽ പകൽ 10:30 മുതൽ വൈകിട്ട് 4:30 വരെ ആയിരിക്കും ഇതിൻ്റെ വെരിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, കാറ്റഗറി 1ഉം 4ഉം മെയ് 19-നും 2ഉം 3ഉം 20ഉം എന്ന ക്രമത്തിലായിരിക്കും സർട്ടിഫിക്കറ്റ് പരിശോധന പറയുന്നത്. പക്ഷേ നമ്മൾ ഡേറ്റ്സ് ഇതിൽ 19, 21 എന്നീ ഡേറ്റ്സാണ് പറയുന്നത്. അപ്പോൾ കോട്ടയം ജില്ലക്കാർ ഒന്ന് DO ഓഫീസും ആയിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്തിട്ട് ആ ഒരു കാറ്റഗറീസിൻ്റെ കാര്യം ഒന്ന് കൺഫേം ചെയ്യുക. അപ്പോൾ 19, 21 തീയതികളിൽ എന്ന് പറയുന്നത്, പക്ഷേ ഇവിടെ ഒരു ചെറിയൊരു മാറ്റം തോന്നുന്നു. കാരണം കാറ്റഗറി 1നും 4നും മെയ് 19-നും 2ഉം 3ഉം 20നും എന്ന ക്രമത്തിലാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊന്ന് സംഭവം ഒന്ന് ക്ലിയർ ചെയ്തേക്കണേ. അപ്പോൾ കോട്ടയം DO ഓഫീസുമായി കോൺടാക്ട് ചെയ്തെങ്കിൽ ഇതൊരു ക്ലാരിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. then അടുത്തത് പത്തനംതിട്ടയാണ്. പത്തനംതിട്ടയുടെ വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് 19 മുതൽ 26 വരെയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, 19-ാം തീയതി മുതൽ 26 വരെയാണ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലാണ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ നമുക്ക് കാറ്റഗറി 1-ന് 19-ാം തീയതിയും 20-നും, അപ്പോൾ 2 ദിവസങ്ങളിലായിട്ട് കാറ്റഗറി 1-കാർക്ക് 19-നും 20-നും കാറ്റഗറി 1 10:30 മുതൽ 4:30 വരെയാണ് ടൈം. ദെൻ കാറ്റഗറി 2-ന് 21-നും 22-നും, ഇപ്പോൾ 2 ഡേറ്റ്സിലായിരുന്നു കേട്ടോ. അപ്പോൾ 21-ാം തീയതിയുണ്ട്, 22-ാം തീയതിയുണ്ട് കാറ്റഗറി 2-കാർക്ക് 10:30 മുതൽ 4:30 വരെ തന്നെയായിരിക്കും. ദെൻ കാറ്റഗറി 3-ന് 23, 24-നാണ് കാറ്റഗറി 3-ന് പറയുന്നത്. ദെൻ അതും 10:30 to 4:30 തന്നെയാണ്. ദെൻ കാറ്റഗറി 4-ന് 26-നാണ് 10:30 മുതൽ 4:30 വരെ. അപ്പോൾ ശ്രദ്ധിക്കുക, കാറ്റഗറി 1 19, 20 ഡേറ്റ്സിലാണ്. ദെൻ കാറ്റഗറി 2-ന് 21, 22 എന്നീ ഡേറ്റുകളായിരിക്കും കാറ്റഗറി 2-ന് നടക്കുക. ദെൻ കാറ്റഗറി 3 23, 24-ന്. ദെൻ കാറ്റഗറി 4-ന് 26. ഓക്കെ ആണല്ലോ. അപ്പോൾ പത്തനംതിട്ട ജില്ലക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഓക്കെ ആണല്ലോ. അപ്പോൾ പെട്ടെന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ ആണെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫുൾ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് ചാനൽ ഫോളോ ചെയ്യുക. കീപ്പ് വാച്ചിങ്. താങ്ക് യു.